എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷത്തിലോട്ട് സ്വാഗതം. അപ്പോൾ സച്ചി കൂട്ടുകാരോട് തൻ്റെ വിഷമം പറയുവാണ്. രേവതിക്കൊരു ചെറുതായിട്ടെങ്കിലും ഒരു AC ഷോറൂം ഇട്ട് കൊടുത്താലോ പൂ വിൽക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, എടാ AC ഷോറൂമിലൊക്കെ പൂ മേടിക്കാൻ ആരെങ്കിലും കയറോ? എല്ലാവരും തിരക്ക് പിടിച്ച് പോകുന്ന സമയത്ത് ചെറിയ കട നോക്കിയാൽ പൂ മേടിക്കാനൊക്കെ കയറത്തുള്ളൂ. അപ്പോൾ ഈ AC ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാടാന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, പിന്നെ എന്ത് ചെയ്യും, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ പഴയ രേവതിയെ കാണണം എന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കരമായിട്ട് വിഷമിക്കുവാണ്. അപ്പോഴേക്കും കൂട്ടുകാരനൊരു കോള് വരുവേ. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ. അപ്പോൾ ഇയാൾ ചീത്ത പറയുവാണ്, നിനക്ക് എപ്പോൾ നോക്കിയാലും ഈ ഓൺലൈനിൽ ഓർഡർ ചെയ്യൽ മാത്രമേ ഉള്ളൂ, മനുഷ്യന് മതിയായി അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചെടുക്കുമ്പോഴേക്കും എന്നിട്ട് കോള് കട്ട് ചെയ്തിട്ട് ഇവരോട് പറയുക, എപ്പോൾ നോക്കിയാലും ഈ ഭാര്യയ്ക്ക് ഇങ്ങനെ ഓൺലൈനിൽ ഓരോന്ന് ബുക്ക് ചെയ്യൽ മാത്രമേ ഉള്ളൂ, കടയിൽ പോയി ഒരു സാധനം പോലും മേടിക്കില്ല എന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, അതിനിപ്പോൾ ആരാടാ കടയിൽ പോകുന്നത്, എല്ലാവരും ഓൺലൈനായിട്ടല്ലേ സാധനങ്ങൾ മേടിക്കുന്നത്, പുറത്തോട്ട് ഇറങ്ങണ്ടല്ലോ, എല്ലാം വീട്ടിലോട്ട് തന്നെ വരില്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിക്ക് ഒരു ഐഡിയ തോന്നുവേ. സച്ചി പറയുന്നുണ്ട്, എടാ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്, ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടേ കൊടുക്കുന്ന പോലെ രേവതിക്ക് പൂവും വീട്ടിൽ കൊണ്ടേ കൊടുക്കാൻ സാധിച്ചാലോ? രേവതിയോട് സ്ഥിരമായിട്ട് പൂ മേടിക്കുന്ന കുറച്ച് പേരുണ്ട്, അവർക്ക് ചില സമയത്ത് വരാനൊന്നും പറ്റാറില്ല, അപ്പോൾ രേവതി അവർക്കൊക്കെ ആ വീട്ടിൽ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ മഹേഷൊക്കെ പറയും, അത് നല്ല ഐഡിയ ആണല്ലോ, അപ്പോൾ അതിനൊരു സ്കൂട്ടർ വേണം, ബാക്കിലൊരു പെട്ടിയൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രേവതിക്ക് സുഖമായിട്ട് അത് ഓൺലൈൻ ഡെലിവറി, മൊബൈൽ ഫ്ലവർ ഷോപ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, അടിപൊളി സച്ചി, നല്ല ഐഡിയ ആണെന്ന് പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ ഒരു 20,000 രൂപയേ ഉള്ളൂ, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണെങ്കിൽ ഒരു വണ്ടി എടുക്കണമെങ്കിൽ കുറച്ച് കാശ് വേണമല്ലോ എന്ന് പറയുമ്പോഴേക്കും മഹേഷും കൂട്ടുകാർ പറയും, അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ നിനക്ക് കുറേ കാശ് തരാനുണ്ട്, ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ഈ കാശൊക്കെ നീ വെച്ചോ എന്ന് പറഞ്ഞ് അവർ കൂട്ടുകാരൊക്കെ കൂടി സച്ചിക്ക് കാശ് കൊടുക്കുവാണേ. അപ്പോൾ സച്ചി പറയും, ഇത് മതി, അപ്പോൾ ഞാനെന്നാൽ പോയി വണ്ടിയൊക്കെ നോക്കട്ടെ എന്ന് പറയുമ്പോൾ മഹേഷ് പറയും, ഞാനും വരാടാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, വേണ്ട വേണ്ട, നിങ്ങൾ പൈസയൊക്കെ എനിക്ക് തന്നില്ലേ, നിങ്ങൾ ഇനി ഓട്ടം നോക്കിക്കോ, ഞാൻ പോയി വണ്ടിയൊക്കെ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് സച്ചി പോകുവാണേ ഷോറൂമിലോട്ട്. എന്നിട്ട് ഷോറൂമിലെ ആളോട് സച്ചി പറയുന്നുണ്ട്, ഒരു വണ്ടി നോക്കണം എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, എങ്ങനത്തെ വണ്ടിയാണ് സാർ, പുതിയ മോഡൽ കുറേ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ, എനിക്കല്ല എൻ്റെ വൈഫിനാണ്, എൻ്റെ വൈഫിന് ഓടിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്കൂട്ടർ നോക്കണം എന്ന് പറയുമ്പോൾ, ലേഡീസിനാണോ, ഇഷ്ടം പോലെ വണ്ടികളുണ്ട്, വാ സാർ നോക്കാം എന്നൊക്കെ പറയും. അപ്പോൾ സച്ചി പറയും, ബാക്കിൽ ഇങ്ങനെ ഡെലിവറി ചെയ്യുന്ന ഡെലിവറി ബോയ്സ് ഒക്കെ വെക്കുന്ന ബോക്സിൽ അതുപോലൊരു പെട്ടി ഫിറ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് വണ്ടി നോക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയും, അങ്ങനത്തെ വണ്ടി നമുക്ക് പെട്ടി വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്യാം, അതിന് വേറെ ഒരു കുറച്ച് പൈസയും കൂടി എക്സ്ട്രാ തരണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, അത് മതി, എൻ്റെ ഭാര്യ പൂ വ്യാപാരം ചെയ്യുവാണ്, അപ്പോൾ പൂവൊക്കെ ഇട്ടുകൊണ്ടേ കൊടുക്കാൻ പറ്റിയ ടൈപ്പ് ഒരു ബോക്സാണ് വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ, നമുക്ക് ചെയ്യാം സാർ, സാറിൻ്റെ വൈഫിന് ഇഷ്ടപ്പെട്ട കളർ എന്താണെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, ഇഷ്ടപ്പെട്ട കളറ്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലേ, ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട കളറ് പോലും അറിയില്ലെന്ന്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയില്ല, ഞാനിപ്പോൾ തന്നെ അവളെ വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞ് സച്ചി രേവതിയെ വിളിക്കുവാണേ കളറ് ചോദിക്കാൻ വേണ്ടി. ഫോൺ ചെയ്തിട്ട് സച്ചി ചോദിക്കും, രേവതി നിനക്ക് ഇഷ്ടപ്പെട്ട കളർ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ രേവതി ഇങ്ങനെ ആലോചിക്കുവേ, ഇഷ്ടപ്പെട്ട കളറോ, എന്താ സാരി വല്ലതും മേടിക്കാനാണോ? എൻ്റെ പെട്ടിവണ്ടി, എൻ്റെ പൂക്കടയുടെ വണ്ടി എടുത്തുകൊണ്ട് പോയോണ്ട് ഞാൻ വിഷമിച്ചിരിക്കുന്നതെന്ന് ഓർത്തിട്ട് എനിക്ക് സാരി മേടിച്ച് തരാനാണല്ലേ സച്ചി ഏട്ടാന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, നിനക്ക് സാരി മേടിച്ച് തന്നാൽ നിൻ്റെ വിഷമമൊക്കെ മാറുമോ? അപ്പോൾ രേവതി പറയും, എനിക്ക് സാരിയൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ രാവിലെ തന്നെ അമ്മ കുറേ ഒച്ചപ്പാടും ബഹളമൊക്കെ കഴിഞ്ഞിരിക്കുവാണ്, ഇനി പുതിയ സാരിയും കൂടി കൊണ്ട് തന്നിട്ട് വേണം അവൾക്ക് സാരി ഉടുത്ത് ഇവിടെ വിലസ് നടക്കാനാണെന്നൊക്കെ പറഞ്ഞ് ഒച്ച എടുക്കാൻ വേണ്ടി, എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ തന്നെ ഒരുപാട് സാരിയുണ്ട്, ഇനി സാരിയൊന്നും വേണ്ട, ഞാൻ ഭക്ഷണം തയ്യാറാക്കുവാണ്, സച്ചിയേട്ടൻ ഉച്ചക്ക് വരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ വരാം, ആദ്യം നീ ഇഷ്ടപ്പെട്ട കളർ പറയാമെന്ന് പറഞ്ഞ് സച്ചി വാശി പിടിക്കുവാണേ കളർ അറിയാൻ വേണ്ടി. അപ്പോൾ രേവതി ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറയും, എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ് സച്ചിയേട്ടാന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറ്റില്ല, ഏതെങ്കിലും ഒരു കളറ് പറയാൻ പറയുമ്പോൾ രേവതി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും, എന്നാൽ എനിക്ക് കനകാംബര കളറ് അത് മതി എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, കനകാംബര കളറ്, അതുണ്ട്, എല്ലാ കളറും ഉണ്ട് ഇവിടെ, റോസാപ്പൂ, ജമന്തി, അങ്ങനെ ഏത് പൂക്കൾ വേണമെങ്കിലും നിനക്ക് വെച്ചോണ്ട് പോവാന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, വെച്ചോണ്ട് പോവാന്നോ, അല്ല എല്ലാ കളറും ഉണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചതാന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുവേ സച്ചി. എന്നിട്ട് പറയും, ഈ വണ്ടി മതി എനിക്കെന്ന് പറയും. അപ്പോൾ സെയിൽസ്മാൻ പറയുന്നുണ്ട്, നമുക്ക് റെഡിയാക്കാം സാർ, അപ്പോൾ ബോക്സ് ഒക്കെ ഫിറ്റ് ചെയ്യാൻ, അതൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാം സാർ, അകത്ത് വന്ന് ഫോമൊക്കെ ഒന്ന് ഫില്ല് ചെയ്തതാണ്, കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടെന്ന് പറയും. റെഡി ക്യാഷ് ആണോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അല്ല ഞാൻ കുറേശ്ശെ അടച്ച് തീർത്തോളാം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി അകത്തോട്ട് പോകുവാണേ. പിന്നെ കാണിക്കുന്നത് രവീന്ദ്രൻ്റെ ഫോൺ ബെല്ലടിക്കുന്നതാണ്.
സച്ചിയാണ് വിളിക്കുന്നത്. രവീന്ദ്രൻ ഫോൺ എടുക്കുമ്പോഴേക്കും സച്ചി പറയും, അച്ഛാ അച്ഛൻ വീട്ടിലില്ലേ? അപ്പോൾ രവീന്ദ്രൻ പറയും, ആ ഉണ്ട്. എന്നാൽ പുറത്തോട്ടൊന്ന് ഇറങ്ങി വന്നേന്ന് പറയും. അതെന്തിനാടാന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അമ്മയും കൂട്ടി വാന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവേ. പിന്നീട് നമ്മുടെ സുധിയെ വിളിക്കും. സുധിയെ വിളിച്ചിട്ട് പറയും, എടാ നീ വീട്ടിൽ തന്നെയല്ലേ ഉള്ളത്? അപ്പോൾ സുധി പറയും, ആ ഞാനെവിടെ ഉണ്ട്. ഓ അല്ലാതെ നീ വേറെ എവിടെ പോകാനാണല്ലേ? പിന്നെ ആ പാലറേട്ടത്തെയും കൂട്ടി ഒന്ന് പുറത്തോട്ട് വാന്ന് പറഞ്ഞ് അവരെയും വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തിനെയും വിളിച്ചിട്ട് പറയും, എടാ വർഷയും കൂട്ടി ഒന്ന് പുറത്തോട്ട് വാന്ന് പറഞ്ഞിട്ട് സച്ചി ഭയങ്കര സന്തോഷത്തിൽ ഫോണൊക്കെ കട്ട് ചെയ്യുവാണ്. ലാസ്റ്റ് നമ്മുടെ രേവതിയും വിളിക്കും. രേവതിയെ വിളിച്ചിട്ട് പറയും, രേവതി ഒന്ന് പുറത്തോട്ട് വാന്ന് പറയും. അപ്പോൾ രേവതി പറയും, ഞാൻ എന്തിനാ പുറത്തോട്ട് വരുന്നത്? ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്, സച്ചിയേട്ടൻ അകത്തോട്ട് വാന്ന് പറയും. അപ്പോൾ സച്ചി പറയും, എന്തിനാ എല്ലാവരും എന്താ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കൊന്ന് പുറത്ത് വന്നാൽ എന്താ ഞാൻ പറയുമ്പോഴേക്കും? ഒന്ന് പുറത്തോട്ട് വാ രേവതി എന്ന് പറയുവാണ് സച്ചി. എന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് സച്ചി ഭയങ്കര സന്തോഷത്തിൽ ഗേറ്റൊക്കെ പൂട്ടി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണേ അകത്തൂടെ. എന്നിട്ട് എല്ലാവരും കൂടി ഹോളിൽ വന്നിട്ട് രവീന്ദ്രനോട് ചോദിക്കുക, എന്തിനാണ് അച്ഛാ സച്ചിയേട്ടൻ പുറത്തോട്ട് വരാൻ വേണ്ടി പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഓ എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ടോ പുറത്തോട്ട്? എന്താ കാര്യമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ വർഷ ചോദിക്കും രേവതിയോട്, എന്തിനാ രേവതി ചേച്ചി പുറത്തോട്ട് പോകുന്നത്? അപ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്കും അറിയില്ല, എന്നോടും പുറത്തോട്ട് വരാൻ പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ചന്ദ്ര പറയും, ഓ എന്തിനാണ് അവൻ വിളിക്കുന്നത്? അവൻ്റെ കാറ് വല്ലതും പുറത്ത് നിന്നുപോയി കിടപ്പുണ്ടാവും, നമ്മളെല്ലാവരും കൂടി തള്ളാൻ വേണ്ടി വിളിക്കുമായിരിക്കും ചിലപ്പോൾ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, സച്ചിയല്ലേ വിളിച്ചത്, എന്തെങ്കിലും കാരണമില്ലാതെ അവൻ വിളിക്കത്തില്ല, വാ നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി പുറത്തോട്ട് ഇറങ്ങുവാണേ. എല്ലാവരും കൂടി പുറത്തിറങ്ങുമ്പോൾ സച്ചി ഇങ്ങനെ ഗേറ്റിൽ സ്റ്റൈലിൽ നിൽക്കുവാണ്. അപ്പോൾ ചന്ദ്ര പറയും, ഓ അവൻ പോസ്റ്റൊക്കെ കൊടുത്ത് നിൽക്കുന്ന നോക്കി ഇത് കാണിക്കാനാണോ വിളിച്ചത്? അപ്പോൾ തന്നെ നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്തിനാ എല്ലാവരും ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇപ്പോൾ എല്ലാവർക്കും കൂടി ഞാനൊരു സർപ്രൈസ് കാണിക്കാൻ പോവാ, രേവതി ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് സച്ചി രേവതിയെ വിളിച്ച് അടുത്ത് ചേർത്ത് നിർത്തുവാണേ. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, എന്തിനാടാ സച്ചി എല്ലാവരും ഇങ്ങനെ പുറത്തോട്ട് വിളിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, വാ അച്ഛാ ഞാൻ കാണിച്ചു തരാം, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ഗേറ്റ് തുറന്ന് കാണിക്കുമ്പോൾ ഒരു പുതിയ സ്കൂട്ടർ അവിടെ ഇരിക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, ഇതെന്താടാ പുതിയ സ്കൂട്ടർ, ഇത് ആരുടെ വണ്ടിയാണെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, ഞങ്ങളുടെ വണ്ടി അച്ഛാ എന്ന് പറഞ്ഞിട്ട് സ്കൂട്ടറിൽ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കർ കാണിച്ചു കൊടുക്കുകയെ. നോക്കുമ്പോൾ SR എന്നാണ് ആ സ്റ്റിക്കർ. അത് കാണുമ്പോൾ തന്നെ രേവതിയുടെ മുഖത്ത് സന്തോഷം വരുവേ. കണ്ടില്ലേ, കണ്ടാച്ചാ സ്റ്റിക്കർ കണ്ടോ? നമ്മുടെ SR സച്ചി രേവതി. എൻ്റെ രേവതിയുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പൂക്കട ഇട്ട് കൊടുത്തത്. പക്ഷേ ചിലവർക്ക് അത് പിടിച്ചില്ല, ഞങ്ങളുടെ പൂക്കട അങ്ങോട്ട് പൊക്കിക്കൊണ്ടുപോയി. അതുകൊണ്ട് ഞാൻ എൻ്റെ രേവതിക്കായിട്ട് മേടിച്ചു കൊടുത്ത സ്കൂട്ടറാണിതെന്ന് സച്ചി പറയുവാണേ. പൂക്കട പോയപ്പോൾ എൻ്റെ രേവതിക്ക് ഭയങ്കര സങ്കടമായത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുമായിരുന്നു. ബാക്കിയുള്ളവരെ പോലെയല്ല, ചെറുപ്പം തൊട്ടേ എൻ്റെ രേവതി സമ്പാദിക്കാൻ തുടങ്ങിയതാ. നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പേ വിവരം വെക്കുന്ന പ്രായത്തിലേ അവൾ ഓടി ഓടി പണിയെടുക്കാൻ തുടങ്ങിയതാ. ചെറുപ്പം തൊട്ടേ സമ്പാദിക്കാൻ തുടങ്ങിയത് എൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കര സന്തോഷിക്കുവാണ്. രേവതിക്കും ഭയങ്കരമായിട്ട് കണ്ണൊക്കെ നിറയുവാണ് സന്തോഷം കൊണ്ട്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, എടാ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ, അല്ല ഇപ്പം എന്തിനാ ഈ വണ്ടി എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇപ്പോഴാണച്ചാ ഈ വണ്ടി, ഇതാണ് ഇനി മുതൽ എൻ്റെ രേവതിയുടെ പൂക്കട, മൊബൈൽ ഫ്ലവർ ഷോപ്പ് എൻ്റെ രേവതിയുടെ, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതിയുടെ കണ്ണൊക്കെ സങ്കടം കൊണ്ട് നിറയുവാണേ. ഈ വണ്ടിയിൽ ബാക്കിൽ ഞാനൊരു ബോക്സ് ഫിറ്റ് ചെയ്ത് കൊടുക്കും, അതിൽ പൂവൊക്കെ ഇട്ട് രേവതി ഇങ്ങനെ പൂ കൊണ്ട് എല്ലായിടത്തും ഓടി നടക്കും. മൊബൈൽ ഫ്ലവർ ഷോപ്പ്, എങ്ങനെയുണ്ട് എൻ്റെ രേവതിയുടെ പുതിയ പൂക്കട എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രയുടെയും ശ്രുതിയുടെയും മുഖമൊക്കെ അങ്ങോട്ട് മാറുവേ. കാരണം അവർ പൂക്കട പോയതിൽ ഒരുപാട് സന്തോഷിച്ചതാണ്. അപ്പോൾ സച്ചിയുടെ തലയിൽ ഇങ്ങനൊരു ബുദ്ധി ഉദിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചതേയില്ല. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്തിനാ സച്ചിയേട്ട ഇത്, ഇതിനൊക്കെ ഒരുപാട് കാശായിട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോൾ സച്ചി പറയും, എന്ത് കാശ്? കിട്ടിയ കാശിന് എനിക്ക് കാറ് മേടിച്ച് തന്നവളാ നീ. പൂക്കട പോയാൽ എന്താ? നീ ചെയ്യുന്ന ജോലി അത് ഭയങ്കര ഒരു പുണ്യപ്രവൃത്തിയാണ്, ദൈവത്തിന് കൊടുക്കുന്ന പൂവാണ് നീ കെട്ടിക്കൊടുത്തുന്നത്. ഡബ്ബ് ജോലിയും ബ്യൂട്ടി പാർലർ പോലെയൊന്നും അല്ല, ഭയങ്കര പുണ്യമായിട്ടുള്ള ജോലിയാണെന്നൊക്കെ പറഞ്ഞ് സച്ചി രേവതിയുടെ ജോലി അങ്ങോട്ട് പുകഴ്ത്തുവാണേ. രേവതിക്ക് കണ്ണൊക്കെ അങ്ങനെ നിറഞ്ഞു വരുവാണ് സന്തോഷം കൊണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കും, എന്താടാ ഇതിന് അമ്മയുടെ പേരിട്ടില്ലേ? അപ്പോൾ സച്ചി പറയും, ബ്യൂട്ടി പാർലറിന് അമ്മയുടെ പേര് വെച്ചു, പക്ഷേ അത് പേര് മാറ്റേണ്ടി വന്നു. എൻ്റെ രേവതിയുടെ പൂക്കടക്കും അമ്മയുടെ പേര് വെച്ചു, കടയോടെ പൊക്കിക്കൊണ്ടുപോയി. അപ്പോൾ ഇനി അമ്മയുടെ പേര് വേണ്ടെന്നോർത്തു, എൻ്റെ രേവതിയുടെ പേര് മതി, അതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ ചന്ദ്രയൊന്ന് കളിയാക്കുന്നുണ്ട്. ചന്ദ്രയുടെ മുഖം അപ്പത്തേക്കും ഒന്ന് മാറുന്നുണ്ട്. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, കൺഗ്രാറ്റ്സ് രേവതി ചേച്ചി എന്നൊക്കെ പറയും. നല്ലൊരു ഐഡിയ ആണിത്. ഇനി ഈ വണ്ടി ആരും പൊക്കിക്കൊണ്ടുപോകില്ലല്ലോ, രേവതി ചേച്ചിക്ക് വണ്ടി അകത്തും എടുത്തിടാം, ആരും രേവതി ചേച്ചിയുടെ കട ഇനി പൂട്ടിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി താക്കോലും കൊണ്ട് വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറയും, അച്ഛ രേവതി അനുഗ്രഹിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ രവീന്ദ്രൻ ചന്ദ്രയെ വിളിച്ചിട്ട് പറയും, വാ ചന്ദ്ര
നമുക്കൊന്നിച്ചിത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് രേവതിയെ താക്കോലൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കും, രേവതി നിനക്ക് വണ്ടി ഓടിക്കാനൊക്കെ അറിയോ? അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ എൻ്റെ പുറകിലൊന്ന് ഇരുന്ന് നോക്ക്, ഞാൻ കാണിച്ചു തരാം എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, അതിൻ്റെ അർത്ഥം അവൾക്ക് ഓടിക്കാൻ അറിയാന്നാടാന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി രേവതിയുടെ പുറകെ കയറിയിരിക്കും. രേവതി അങ്ങനെ സ്കൂട്ടർ എടുത്ത് പറപ്പിക്കുകയാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് നിർത്തുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.